Whatever you did, can you do some more now? Swear you got me falling for your ass and whatever you get, can you take some more now? Swear you got me craving all night and day. സോ ഇന്ന് ഞങ്ങൾ വ്ലോഗ് ചെയ്യാൻ പോകുന്നത് സോജൻ്റെ ടൊയോട്ട കൊറോള ക്രോസ് വണ്ടിയായിട്ട്. നമസ്കാരം. അപ്പോൾ ഈ വണ്ടിയുടെ വിശേഷങ്ങൾ അറിയാനാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ വണ്ടി എപ്പോഴാണ് എടുത്തത്, എപ്പോഴാണ് വാങ്ങിയത്? 3 മാസമായി അല്ലേ? ഞാൻ ഹോബർട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരു വണ്ടി വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ടൊയോട്ട വണ്ടിയുടെ ആയിരുന്നു ആഗ്രഹം. അപ്പോൾ വേറെ ഒരു ബ്രാൻഡ് നോക്കാൻ ഒന്നും പോയില്ല, ഡയറക്റ്റ് ടൊയോട്ട ബ്രാൻഡ്. അപ്പോൾ ഇതിനേക്കാളും മുന്നേ ഏത് വണ്ടിയാണ് ഉപയോഗിച്ചത്? ഞാൻ അയർലൻഡിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നിസാന്റെ കഷ്കായ് എന്ന് പറയുന്ന വണ്ടിയായിരുന്നു. അതിനുവേണ്ടി ദുബൈയിലെ ഹോണ്ട അക്കോർഡ്, മിസ്തുബിഷി ലാൻസർ. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ടൊയോട്ടയിലോട്ട് ടൊയോട്ടയുടെ വണ്ടി വാങ്ങണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് ഞാൻ നോക്കിയപ്പോൾ പുതിയ വണ്ടി കിട്ടാൻ കുറച്ച് ടൈം എടുക്കുമെന്ന് അവരെന്നോട് പറഞ്ഞു. ഞാൻ പിന്നെ സെക്കൻഡ് വണ്ടിക്ക് വേണ്ടി ടൊയോട്ടയിൽ ചെന്നപ്പോൾ നല്ല വിലയാണ് സെക്കൻഡ് വണ്ടിക്ക്. അങ്ങനെ ഞാൻ വീണ്ടും ടൊയോട്ടയുടെ ഷോറൂമിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് സെയിൽസിലിരുന്ന ആൻറ്റി എന്ന് പറയുന്ന ഒരാൾ എന്നോട് പറഞ്ഞു, ഒരു ടൊയോട്ട കൊറോള ക്രോസ് വരുന്നുണ്ട്, അതൊരു മാസം കൊണ്ട് വണ്ടി തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഹൈബ്രിഡ് അല്ലെന്ന് പറഞ്ഞു, പെട്രോൾ വേർഷനാന്ന് പറഞ്ഞു. ടൊയോട്ടയുടെ വണ്ടികൾ വാങ്ങണമെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിറ്റിംഗ് ലിസ്റ്റ് അല്ലേ? ഞാൻ തന്നെ പോയി ചോദിച്ചപ്പോൾ ഒരു 10 to 12 months വെയിറ്റിംഗ് പീരീഡ് ആയിട്ട് ഭയങ്കര ഡിമാൻഡ് ഉള്ള വെഹിക്കിൾ ആയിരുന്നു. അതെ, എന്നോട് പറഞ്ഞത് 1.5 വർഷം വെയിറ്റ് ചെയ്യണം നിങ്ങൾക്ക് പുതിയ വണ്ടി, പക്ഷേ നിങ്ങൾക്ക് ഒരു വണ്ടി തരാം, പക്ഷേ ഹൈബ്രിഡ് അല്ല, ഒരു മാസം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് ഈ വണ്ടി നമ്മൾ കിട്ടിയത്. എല്ലാവരും എന്നോട് ചോദിച്ചു എങ്ങനെ എത്ര പെട്ടെന്ന് ഈ വണ്ടി കിട്ടിയെന്ന് ചോദിച്ചു. അങ്ങനെ എനിക്കത് കിട്ടി, കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ വണ്ടി. നമ്മൾ ഉള്ളിലോട്ട് ഇരുന്ന് സംസാരിക്കാം, നമുക്ക് ഉള്ളിലേക്ക്. അപ്പോൾ ടൊയോട്ട വണ്ടി വാങ്ങുന്നതും ഒരു ഭാഗ്യമാണ് ഇവിടെ അല്ലേ? അതെ. ടൊയോട്ട വണ്ടിക്ക് നമ്മൾ ഒരു വർഷത്തെ മേളിൽ വെയിറ്റ് ചെയ്യണമെന്ന് അവർ പറഞ്ഞു. പക്ഷെ എനിക്ക് ഒരു മാസം കൊണ്ട് വണ്ടി അവർ തന്നു. അങ്ങനെ ഞാൻ അതുകൊണ്ട് ഭയങ്കര വേറെ കാർ ഷോറൂംസിലൊന്നും കയറിയിട്ടില്ല അല്ലേ? വേറെ ഷോറൂംസിലൊന്നും ഞാൻ പോയില്ല. അപ്പം ടൊയോട്ടയുടെ ഒരു ഫാനാ. അതെ. ഞാൻ പിന്നെ നിസാനിലൊന്ന് വിളിച്ചു ചോദിച്ചായിരുന്നു. നിസാനിൽ അവർ എസ്ട്രയില് പുതിയൊരു വെർഷൻ ഉണ്ട്, ഈ 2022 ഇറങ്ങിയ പുതിയ മോഡൽ അവരെനിക്ക് തരാമെന്ന് പറഞ്ഞു. പക്ഷെ അതിന് 6 months വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് ലോങ് വെയിറ്റിംഗ് പീരീഡ് ആയതുകൊണ്ട് ഞാൻ പിന്നെ ടൊയോട്ടയിലേക്ക് ഒന്നുകൂടെ പോയി നോക്കാമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് ഒരു മാസത്തിനുള്ളിൽ ഒരു വണ്ടി വരുന്നുണ്ട്, അത് നിങ്ങൾക്ക് തരാം, ഹൈബ്രിഡ് അല്ല, പെട്രോൾ വെർഷനാണ്. ഞാൻ പറഞ്ഞു എനിക്കത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് ഏത് വേരിയന്റ് ടൊയോട്ട കൊറോള ക്രോസിന്റെ? ഇതിന്റെ GXL വേരിയന്റ്. സെക്കൻഡ് വേരിയന്റ് അല്ലേ? സെക്കൻഡ് വേരിയന്റ്. ടോപ്പ് വേരിയന്റ് അറ്റ്മോസ്, പിന്നെ ഹൈബ്രിഡ്. ഹൈബ്രിഡ് വരുമ്പം ഒരു ഇലക്ട്രിക് മോട്ടർ കാണുമ്പോ എഫിഷ്യൻസി, ഫ്യൂൽ എഫിഷ്യൻസി നല്ലതായിരിക്കും. അവർ ഈ വണ്ടിയും ആ വണ്ടിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇത് 6 ലിറ്ററിലാണ് 100 കിലോമീറ്റർ എന്ന് പറയുന്നത്, മറ്റേത് 4 ലിറ്ററിൽ 100 കിലോമീറ്റർ ഓടുമെന്ന് പറഞ്ഞു. ആ ഒരു വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ സിറ്റിക്കകത്ത് താമസിക്കുന്നതുകൊണ്ട് പിന്നെ നമ്മള് ഈ ഒരു വണ്ടിയിലേക്കാണ് നോക്കിയത്. പക്ഷെ അത് 1.5 വർഷം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഹൈബ്രിഡ് ഭയങ്കര വെയിറ്റിംഗ് പീരീഡ്. ഞാൻ പിന്നെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യില്ല, ഓൺ ദ സ്പോട്ടിൽ തന്നെ ഇതിനങ്ങ് അഡ്വാൻസ് കൊടുത്തു. എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു, വണ്ടി കുഴപ്പമൊന്നുമില്ല. GXL എന്ന് പറയുമ്പോൾ ഇതിന്റെ അത്യാവശ്യമുള്ള ഫീച്ചേഴ്സ് മാത്രമുണ്ട്. അപ്പൊ ഇത് ജനുവരിയിലോ അതോ ഡിസംബർ എൻഡ്? ഇത് ഡിസംബർ 20th തന്നെ എനിക്ക് വണ്ടി കൈ തന്നവര്. നവംബർ 15th ഞാൻ ബുക്ക് ചെയ്തു വണ്ടി. ക്വിക്കായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പിയായി വണ്ടി കിട്ടിയത് കൊണ്ട്. കസ്റ്റമർ സർവീസ് എങ്ങനെയുണ്ടായിരുന്നു ടൊയോട്ടയിലെ? കസ്റ്റമർ സർവീസ് നല്ല സർവീസ് ആയിരുന്നു. ടൊയോട്ടയിലായിരുന്നു ആൻറ്റി എന്ന് പറയുന്ന ആളായിരുന്നു എൻ്റെ സെയിൽസ് പേഴ്സൺ. അയാൾ നല്ലൊരു മനുഷ്യനായിരുന്നു. അയാൾ ടൈം ടു ടൈം എല്ലാം എന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു, എല്ലാ കാര്യങ്ങളും. വണ്ടി ഇവിടെ എത്തി, നിങ്ങൾക്ക് ഇത്ര ദിവസം വണ്ടി കിട്ടുമെന്നെല്ലാം പറഞ്ഞു. ഓൺ റോഡ് ഇത് എത്ര? ഓൺ റോഡ് ഈ വണ്ടി 44 ആയിട്ടുണ്ട്. 44. അപ്പം വിത്ത് ആക്സസറീസ് എല്ലാം വാങ്ങിയ? ആക്സസറീസ് എനിക്ക് ഇതിനകത്ത് അവർ ഫ്രീ ആയിട്ട് തന്ന റെയിൻ ഗാർഡ് തന്നായിരുന്നു, നമ്മുടെ ഫ്ലോർ മാറ്റ് റബ്ബർ തന്നായിരുന്നു. റബ്ബർ ഫ്ലോർ മാറ്റ്സ് തന്നിട്ടുണ്ട്, റെയിൻ ഗാർഡ് തന്നിട്ടുണ്ട്. റെയിൻ ഗാർഡ്. അതെ. വേറെ ഞാൻ ബോണറ്റ് ഗാർഡോടെ ചോദിച്ചപ്പോൾ അവർ തന്നില്ല, അത്രയും തന്നു.
അതിന്റെ ആവശ്യമില്ലെന്ന് തോന്നി എനിക്ക്. അതെ അതെ, മോർ ഓഫ് നമ്മൾ ഹൈവേയിലോട്ട് ഓടുന്ന സമയത്ത് ചിലപ്പോൾ അതിന്റെ ആവശ്യം വരുമായിരിക്കും. അതെ അതെ അതെ. അപ്പൊ അത്രയും കാര്യങ്ങൾ അതെല്ലാം ഫ്രീ ആയിട്ട് അവർ പിന്നെ ഫുൾ ടാങ്ക് പെട്രോൾ തന്നു. തന്നു. അങ്ങനെ അത്രയും കാര്യങ്ങൾ. അപ്പൊ ഇതിന്റെ സർവീസ് കോസ്റ്റ് സർവീസ് ചെയ്യിച്ചിട്ടുണ്ടോ ഈ വണ്ടി? സർവീസ് ഇപ്പം ഫസ്റ്റ് സർവീസ് എന്ന് പറഞ്ഞാൽ 1000-ലായിരുന്നു. അത് കഴിഞ്ഞു. ഇപ്പം വണ്ടി 6000 ആയിട്ടുണ്ട്. ഇനി അടുത്ത സെക്കൻഡ് സർവീസ് വരുന്നത് 15,000. അപ്പൊ എവറി 15,000 കിലോമീറ്റേഴ്സിലാണ് ഇതിന്റെ സർവീസ്. അതെ അതെ അതെ. അപ്പം എനിക്ക് തോന്നുന്നത് സർവീസ് കോസ്റ്റും ഭയങ്കര മിനിമം ആയിരിക്കും. വേറെ ഈ വണ്ടികളുടെ കമ്പാരിസണിലുള്ള വേറെ കോമ്പറ്റീറ്റേഴ്സ് നോക്കി കഴിഞ്ഞാൽ കുറവായിട്ട്. മെയിൻ്റെനൻസ് ഫ്രീ കാർ. പിന്നെ 5 year വാറണ്ടി വരുന്നുണ്ട്. അൺലിമിറ്റഡ് കിലോമീറ്റർ ആണ്. അപ്പൊ അതൊക്കെ നോക്കിയപ്പോ നമ്മള് വേറെ ഒന്നും നോക്കിയില്ല. ഓൺ ദ സ്പോട്ടിൽ തന്നെ അഡ്വാൻസ് കൊടുത്തു. അവരാ പറഞ്ഞ ടൈമിൽ നമുക്ക് വണ്ടി തന്നു. ഈ വണ്ടിയുടെ ഏറ്റവും ബെസ്റ്റ് ഫീച്ചർ എന്തായിരുന്നു തോന്നിയത്? സ്റ്റാർട്ട് ഒന്ന് ഓൺ ആക്കി നമുക്ക് നോക്കാം. ഓക്കെ, എ സി അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ബ്ലോറിൻ്റെ സൗണ്ട് അങ്ങ്. ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഓട്ടോ ബ്രേക്കിംഗ് ഉണ്ട്. നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോൾ ഓട്ടോ ബ്രേക്കിംഗ്. പിന്നെ 2 ഏത് സൈഡിൽ നിന്ന് വണ്ടി വരുന്നു അത് ഓൺ ദ സ്പോട്ടിൽ തന്നെ സെൻസ് ചെയ്തിട്ട് നമുക്ക് ഈ സ്ക്രീനെ കാണാം. അപ്പൊ ഇതിന്റെ മുന്നേ ഇതിലും അപ്പൊ ഇതില് റഡാർ കൺട്രോൾസ് ഉണ്ട് മുന്നില്. അപ്പൊ അത് കാരണം സെൻസ് ചെയ്യും. സെൻസേഴ്സ് ഫ്രണ്ട് ആൻഡ് റിയർ പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട്. പിന്നെ 360 ഡിഗ്രി ക്യാമറ ഉണ്ട്. അപ്പൊ റിവേഴ്സ് ഗിയർ ഇട്ട കാണാം നമുക്ക് 360 വ്യൂ. വണ്ടി വരുന്നുണ്ടോ? സെൻസ് ചെയ്യുന്നുണ്ടോ? റൈറ്റ് സൈഡിൽ നിന്ന് വണ്ടി വന്നത് അത് സെൻസ് ചെയ്തു. ഇനി ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുമ്പോഴേ നമുക്ക് ആരോ ഇവിടുന്ന് വരും. ആ ഫീച്ചേഴ്സ് ഒക്കെ എനിക്ക് നല്ല ഇഷ്ടം. അതെ അതെ. പിന്നെ നമ്മള് 2 വണ്ടികളുടെ ഇടയ്ക്ക് പാർക്ക് ചെയ്യുന്ന സമയത്തും അതൊരു അലേർട്ട് ഉണ്ട്. റിവേഴ്സ് ഇവിടെ നമ്മള് ആ വണ്ടിയുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് ബ്രേക്കും ചെയ്യും. ഓട്ടോമാറ്റിക് ബ്രേക്ക് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ വായിച്ചത് നല്ല ഓട്ടോമാറ്റിക് ബ്രേക്ക് വിത്ത് ഒരു അലാം കൂടെ കേൾക്കും. അലാം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ വണ്ടിയുടെ എയർ ഹോൺ കേൾക്കുന്ന ശബ്ദം നമ്മൾ പേടിക്കും. വേറെ ആരോ ഹോൺ അടിക്കാന്ന് വിചാരിക്കും. പക്ഷെ ഇതെല്ലാം ഈ വണ്ടിക്കാ തന്നെ. പുറത്ത് നിൽക്കുന്നവർക്ക് അത് കേൾക്കാൻ പറ്റും. അതെ അതെ, അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇത് എപ്പോഴേലും എമർജൻസി ബ്രേക്ക് വണ്ടി തന്നെ ഇതുപോലെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾ മുന്നെയോ പുറകിലോട്ട് വരുമ്പോൾ തന്നെ? ഞങ്ങളൊരു ഷോപ്പിങ്ങിന് പോയപ്പോൾ ഇങ്ങനെ ഒരു വണ്ടി ഇങ്ങനെ 2 വണ്ടിയുടെ ഇടയ്ക്കൊന്ന് ഈ വണ്ടി ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഞാൻ റൈറ്റിൽ നിന്ന് വരുന്ന വണ്ടി കണ്ടില്ല. ഞാൻ അങ്ങ് എടുത്തു. ഓൺ ദ സ്പോട്ടിൽ വണ്ടി അവിടെ സ്റ്റോപ്പായി. അതെനിക്ക് അത്ര. അപ്പൊ ഞാൻ വൈഫും ഉണ്ടായിരുന്ന കൂടെ പിള്ളേർ അവരെല്ലാം അങ്ങ് പേടിച്ചു എന്ത് സംഭവിച്ചത്. ഞാൻ പക്ഷെ വണ്ടി ഇടിച്ചെന്ന്. പക്ഷെ വണ്ടി ഇടിച്ചില്ല. അതിന്റെ സെൻസേഴ്സും ക്യാമറയും ഭയങ്കര പ്രിസൈസാ. നമ്മള് നോക്കിയില്ലെങ്കിലും വണ്ടി നമുക്ക് വേണ്ടി ഇതൊക്കെ സേഫ്റ്റി ആയിട്ട് നമ്മുടെ ഫാമിലിക്ക് വേണ്ടി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമ്മൾ ഫാമിലി ടൂർ ട്രാവൽ ചെയ്യുമ്പോൾ. പിന്നെ ലൈൻ ചേഞ്ചിങ് അസിസ്റ്റ് ഉണ്ട്. നമ്മുടെ ലൈനിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് ഓട്ടോമാറ്റിക്. അതെ ഒരു ബീപ്പോ അല്ല ഒരു വൈബ്രേഷൻ സ്റ്റിയറിംഗ് ഇങ്ങനെ തിരിയുകയും ചെയ്യും. അങ്ങനെ വണ്ടി അങ്ങോട്ടങ്ങ് മാറും. നമ്മളൊക്കെ വണ്ടി അങ്ങോട്ട് പോവാം, നമ്മൾ സ്റ്റിയറിംഗ് ഇങ്ങോട്ട് പിടിക്കും. പക്ഷെ അതൊക്കെ നല്ല കാര്യമാണ്. നല്ല ഫീച്ചേഴ്സ് ആണ് അതൊക്കെ. അങ്ങനെ കുഴപ്പമില്ല വണ്ടി. ഞാനിപ്പോ 6000 കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. ലോങ് ട്രിപ്പ് ഞങ്ങൾ പോയായിരുന്നു. ഇവിടെ നിന്ന് ഒരു 400 കിലോമീറ്റർ ദൂരെ ഞങ്ങൾ പോയായിരുന്നു. അതിന് നല്ല ഒരു ക്ഷീണവും തോന്നിയില്ല. വണ്ടി നല്ല പവർ ഉണ്ട്, കുഴപ്പമൊന്നും. 2 ലിറ്റർ എഞ്ചിനാണ്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ക്ഷീണമൊന്നും തോന്നിയിട്ടില്ല. എല്ലാം നല്ലതായിരുന്നു. ഓവറോൾ എക്സ്പീരിയൻസ് വെഹിക്കിളിന്റെ ബെസ്റ്റ് ഡിസിഷൻ ഈ വണ്ടി വാങ്ങിയത്. നമുക്ക് ഇതെടുത്ത് കഴിഞ്ഞാൽ ആ 44,000 നമ്മൾ മുടക്കുന്നതിന്റെ ഒരു വർത്ത് നമുക്ക് കിട്ടും. പിന്നെ റീസെയിൽ വാല്യൂ ഉണ്ട്. ഞാൻ ഇതൊക്കെ നോക്കിയായിരുന്നു. റീസെയിൽ വാല്യൂ ഉണ്ട്. നമ്മൾ ഇംഗ്ലീഷ് വണ്ടി ഇനിയും കുറെ ഒരു 10 വർഷം കഴിയും അല്ലെങ്കിൽ ഒരു 5 വർഷം കഴിയുമ്പോൾ ഒരു വലിയ വണ്ടി മേടിക്കുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ 5 വർഷം വരെ വാറന്റി ഉണ്ട്. ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതെ വണ്ടി കൊടുക്കാം. അത് അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സ് വാറന്റി അല്ലേ? ചില ബ്രാൻഡ്സിന്റെ ഒരു ലിമിറ്റഡ് കിലോമീറ്റേഴ്സ് ഉണ്ട്. ഇതിന്റെ അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സ് അതൊരു ബെസ്റ്റ് ഫീച്ചർ. അപ്പൊ സോയൻ ഇപ്പൊ ഇവിടെ ഹോബർട്ടിൽ എങ്ങനെ മൈലേജ് കിട്ടുന്നത്? ഹോബർട്ടിൽ എനിക്ക് ഇതിന്റെ മൈലേജ് ഇപ്പം കിട്ടുന്നത് എനിക്ക് 1 ലിറ്ററിൽ ഒരു 10-12 കിലോമീറ്റർ കിട്ടുന്നു. എന്താ പറഞ്ഞാൽ സിറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ കയറ്റമൊക്കെ ഉണ്ട്. മെൽബോൺ സിഡ്നി പോലുള്ള പ്ലെയിൻ റോഡ്സ് അല്ല ഹിൽ സൈഡ് റോഡ്സും. അതുകൊണ്ട് എനിക്കൊരു 12-13 കിലോമീറ്റർ കിട്ടുന്നുണ്ട് സിറ്റിക്കകത്ത്. ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട്. എന്നും പെട്രോൾ അടിച്ചിട്ട് ഇങ്ങനെ ഫുൾ ടാങ്ക് അടിച്ചിട്ട് അത് ചെക്ക് ചെയ്യുന്നുണ്ട്.
ഓക്കെ. അപ്പോൾ ഈ ആംറസ്റ്റ് അല്ല യൂസ്ഫുൾ ആണോ അതോ? യൂസ്ഫുൾ ആണ്. നമുക്ക് എന്തെങ്കിലും ഒരു ടയർനെസ് വരുവാണെങ്കിൽ നമ്മൾ ഇതൊക്കെ ഇതിലേക്ക് വെക്കാം അല്ലേ? കുഴപ്പമില്ല. നല്ല ചില വണ്ടികൾക്ക് ഇത് തരാറില്ല, ഇത് നല്ല സ്ട്രോങ് ആണ്. ഇതിൽ അറ്റ്ലീസ്റ്റ് തന്നിട്ടുണ്ട്. സ്ട്രോങ് ആണ് സാർ. ഇപ്പൊ ഞാൻ നോക്കി കഴിഞ്ഞാൽ എന്റെ വണ്ടിയിലാണെങ്കിൽ ഇച്ചൂട് വലിയതാവുള്ള കൺസോളും ഈ ഹാൻഡ് റെസ്റ്റും അത് ഇച്ചൂട് എന്റെ സീറ്റിംഗ് ഇച്ചൂട് ബാക്കിലൂടെ. എന്താണെന്ന് പറഞ്ഞാൽ ഇത് ടച്ച് സ്ക്രീൻ അല്ല, സോ ഈ ഡിസ്പ്ലേ ഇവിടെ കിടക്കും, നമുക്ക് അങ്ങോട്ട് റീച്ച് ചെയ്യാനും പ്രയാസമാണ്. അതുകൊണ്ട് അവര് ടച്ച് തന്നിട്ടില്ല. അപ്പൊ ഇതിന്റെ ടച്ചിന്റെ വലിയ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ? ഇല്ല, ഭയങ്കര പ്രിസൈസ് ഒന്നും തന്നിട്ടില്ല. പിന്നെ അവരെനിക്ക് ഒരു ടയോട്ടയുടെ ഒരു ആപ്പ് എന്റെ ഫോണിൽ അവർ ഇൻസ്റ്റാൾ ചെയ്ത് തന്നിട്ടുണ്ട്. ടയോട്ട കണക്ട് എന്ന് പറഞ്ഞൊരു ആപ്പ്. എനിക്ക് അത് നമുക്ക് റൂമിന്റെ അകത്തിരുന്ന വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം. ഓ, അങ്ങനെ ഒരു ഫീച്ചർ, ഇതൊരു നല്ല ഫീച്ചറാണ് ഈ ടയോട്ട കണക്ട്. അപ്പൊ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം, അങ്ങോട്ട് നമ്മളെ വണ്ടിയിലോട്ട് കയറുന്നതിന് മുന്നേ AC ഒക്കെ കൺട്രോൾ ചെയ്യാം. അത് ഞാനിപ്പോൾ അത് കാണിച്ചു തരാം. ഓക്കെ, ഇങ്ങനെ വരും നമുക്ക്. ഇപ്പം വണ്ടി എത്ര കിലോമീറ്റർ ഉണ്ട്? 6236 കിലോമീറ്റർ വണ്ടി കൂടിയിട്ട് ഓഡോമീറ്റർ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ടാങ്കിൽ എത്ര കിലോമീറ്റർ ഇനി ഓടും പെട്രോൾ. ഓക്കെ, നമുക്ക് എഞ്ചിന് സ്റ്റാർട്ട് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം, പിന്നെ വണ്ടി ലോക്ക് ചെയ്യാം. ഇൻ കേസ് നമ്മൾ ലോക്ക് ചെയ്യാൻ മറന്നു പോയെങ്കിലും നമ്മുടെ റൂമിന്റെ അകത്തിരുന്ന് വണ്ടി ലോക്ക് ചെയ്യാം. ആസാഡ് ലൈറ്റ് ഇടാം. ഇതാണ് ലോക്ക്. നമുക്ക് ലൈറ്റ് വേണമെങ്കിൽ ഇടാം. ഹോൺ അടിക്കാം. പിന്നെ ബൂട്ട് ലോക്ക് ചെയ്യാം, അൺലോക്ക് ചെയ്യാം. പിന്നെ ഇതെനിക്ക് അറിയത്തില്ല എന്തോന്നുള്ളത്. പിന്നെ ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ട്. എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഫോണിന്റെ അകത്ത് തന്നെ വീട്ടിൽ ഓപ്പറേറ്റ് ചെയ്യാം. അപ്പൊ നല്ല ചൂടുള്ള സമയമാണെങ്കിൽ നമ്മൾ ഒരു റെസ്റ്റോറന്റിൽ ഇരിക്കുകയാണെങ്കിൽ തിരിച്ച് വരുന്നതിന് മുന്നേ വണ്ടി ക്ലൈമറ്റ് കൺട്രോൾ AC കൂളാക്കി കാർ കൂളാക്കി വെക്കാം. അതിപ്പം വണ്ടി എവിടെ കിടക്കുന്നതെന്ന് നമുക്ക് ലൊക്കേഷൻ അറിയാൻ പറ്റും. ട്രിപ്പ് സ്റ്റാറ്റസ്, എപ്പോഴാ വണ്ടി സർവീസ് ചെയ്യേണ്ട എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇതിന്റെ അകത്തുനിന്ന് കിട്ടും. അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ ഇനി ഇതിനകത്ത് വണ്ടി നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇനി വണ്ടി അൺലോക്ക് ചെയ്തോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അൺലോക്ക് ചെയ്തോ എന്നൊക്കെ ഇതിന്റെ അകത്തോടെ സമയമുണ്ട്. നമുക്കിപ്പം വണ്ടിയുടെ ഡോർ അൺലോക്ക് ആണിത്. പിന്നെ റിയർ വിൻഡോ ക്ലോസ്ഡ് ആണ്, വിൻഡോ ഫുള്ള് ക്ലോസ്ഡ് ആണ്. പിന്നെ ഡോർ ഇപ്പൊ അൺലോക്ക് അല്ലേ, അത് നമുക്ക് ഇത് അറിയാൻ പറ്റും. പിന്നെ ഇനി വണ്ടി എന്ന് സർവീസ് ചെയ്യാന്നുള്ളത് വേറൊരു ആപ്പ് കൂടെ അവർ തന്നിട്ടുണ്ട്. ഇത് ടയോട്ട കണക്ട്. ഇനി ടയോട്ട എന്ന് പറയുന്ന ഒരു ആപ്പ് അവർ നമുക്ക് മൈ ടയോട്ട എന്ന് പറയുന്നത്. എനിക്കുള്ളത് അതേ മസ്ഡയുടെ ഇതുപോലത്തെ ഒരു ആപ്പ് ഉണ്ട്. പക്ഷേ ഈ വണ്ടി ഓൺ ചെയ്യുകയും ഓഫ് ചെയ്യുകയും ഒന്നും എനിക്ക് തന്നിട്ടില്ല. ഇതൊരു യൂണിക് ഫീച്ചറാണ്. എനിക്ക് കാണാൻ പറ്റുന്ന സർവീസ് ഇന്റർവെൽ, ബാക്കി സംഭവങ്ങളെല്ലാം കാണാം. എപ്പോഴും സർവീസ് ചെയ്യുന്നത്, വണ്ടിയുടെ കണ്ടീഷൻ എങ്ങനെയാണ്, ഇതെല്ലാം കാണാം. അപ്പം വണ്ടിയുടെ ഒരു ഡ്രൈവ് എക്സ്പീരിയൻസ്, അപ്പം 360 ഡിഗ്രി വ്യൂ ഇങ്ങനെയാണ്. നമുക്ക് സറൗണ്ടിങ്സ് എല്ലാം കാണാം. അതെ, ഇപ്പം റിവേഴ്സിലോട്ട് നോക്കുമ്പോൾ തിരിച്ചോട്ട് പോകുമ്പം ആ സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ട്, നമുക്ക് സെൻസ് വരും. അപ്പം ഏത് സൈഡിൽ നിന്നാണ് വണ്ടി വരുന്നത് അത് കാണുകയും ചെയ്യാം. ദൂരെ വരുന്ന വണ്ടിയും സെൻസ് ചെയ്യും. ഭയങ്കര സൈലന്റ് ആണ് അല്ലേ? വലിയ റോഡ് നോയ്സ് ഒന്നും ഇല്ല. സസ്പെൻഷനും സൂപ്പർബാ, കംഫർട്ട് ഉണ്ട് വണ്ടിക്ക്. അപ്പൊ ഇതില് ഡ്രൈവറിന്റെ ഇലക്ട്രോണിക് സീറ്റ് സെറ്റിംഗ്സ്, മെമ്മറി സീറ്റ് സെറ്റിംഗ്സോ? മെമ്മറി സീറ്റ് നല്ല വിസിബിലിറ്റിയുമാ. ഫ്രണ്ട് നല്ല വിസിബിലിറ്റി ഉണ്ട്. അപ്പിലൊക്കെ കയറുമ്പോൾ എല്ലാം പ്രയാസം തോന്നിയിട്ടുണ്ടോ? എനിക്കൊന്നും തോന്നിയിട്ടില്ല. നമ്മുടെ മൂന്നാർ സൈഡിലൊക്കെ പോകുമ്പോൾ നല്ല ഹില്ലല്ലേ, അവിടെ കയറുമ്പോൾ നമുക്ക് അങ്ങനെ പ്രയാസം തോന്നുന്നില്ല. ഒരു ലാഗും ഒന്നുമില്ല.
ഇതിൽ എൻജിൻ ഓട്ടോ സ്റ്റോപ്പ് അങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ഉണ്ടോ? ഫംഗ്ഷൻ ഇതില്ല. ആ, അപ്പൊ അത് എൻ്റെ വണ്ടിയിലുണ്ട്. അപ്പൊ അതിൽ ചിലപ്പം അവര് പറയുന്നത് ഫ്യൂൽ എഫിഷ്യന്റ് ആവാൻ വേണ്ടിയാ, ഈ ട്രാഫിക് നമ്മൾ ബ്രേക്ക് അടിച്ച് നിൽക്കുമ്പോൾ ഒരു എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയാന്ന് പറയും. പിന്നെ അത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ആകുമ്പോൾ ചെറിയൊരു ജെർക്കായിട്ടാ സ്റ്റാർട്ട് ആവുന്നത്. അതിപ്പോ അത് സുബറു പിന്നെ മസ്ഡ ഈ വെഹിക്കിൾസിലെല്ലാം ഉണ്ട്. സ്വയം താങ്ക് യു. റിവ്യൂ തന്നെ കുറെ ദിവസം കൊണ്ട് ചോദിച്ചോണ്ടിരിക്കുവായിരുന്നു. നല്ലൊരു ദിവസമായിരുന്നു, നല്ല ക്ലൈമറ്റ് ആയിരുന്നു ഇന്ന്. സണ്ണി ഡേ അല്ലേ, അതുകൊണ്ട് നമുക്കിനെ ചെയ്യാൻ പറ്റി. അതെ അതെ, ഇന്നലെ ആണെങ്കിലും നല്ല മഴയായിരുന്നു. അതെ. വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.